വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസ നിലവാരത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ഏറ്റവും ജനപ്രിയമായ മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണ പദ്ധതി കൂടുതൽ വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിലവിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ സൗജന്യ പ്രഭാത ഭക്ഷണം ഇനി മുതൽ 6 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കും ലഭിക്കും. തിങ്കളാഴ്ച നടന്ന സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അവലോകന യോഗത്തിന് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയാണ് ഈ പ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഈ വർഷം സെപ്റ്റംബർ 17 സാമൂഹ്യ പരിഷ്കർത്താവായ പെരിയോർ ഇ.വി. രാമസ്വാമിയുടെ ജന്മദിനത്തിൽ പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഏകദേശം 30 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഈ പുതിയ വിപുലീകരണത്തോടെ 15 ലക്ഷം കുട്ടികൾ പദ്ധതിയുടെ ഭാഗമാകും. ഇതോടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 45 ലക്ഷമായി ഉയരും. എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്? പലപ്പോഴും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളുകളിൽ എത്തുന്നത്. ഇത് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെയും പഠനത്തിനെയും പ്രതികൂലമായി ബാധിക്കുന്നു. വിശപ്പില്ലാത്ത വിദ്യാഭ്യാസം ഉറപ്പാക്കുക, സ്കൂളിലെ ഹാജർ നില വർദ്ധിപ്പിക്കുക, കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഉപ്പുമാവ്, കിച്ചടി, പൊങ്കൽ തുടങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണമാണ് കുട്ടികൾക്ക് വിളമ്പുന്നത്. വെള്ളിയാഴ്ചകളിൽ കേസരിയും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രാദേശികമായി ലഭിക്കുന്ന ചെറുധാന്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഒരു കുട്ടിക്ക് പ്രഭാത ഭക്ഷണത്തിനായി ഏകദേശം 13 രൂപയിലേറെയാണ് സർക്കാർ ചിലവാക്കുന്നത്. പദ്ധതിയുടെ വിപുലീകരണത്തോടെ വാർഷിക ചെലവ് ഗണ്യമായി വർദ്ധിക്കുമെങ്കിലും കുട്ടികളുടെ ഭാവിയാണ് തങ്ങൾക്ക് വലുതെന്ന് സർക്കാർ തെളിയിക്കുന്നു. സാമൂഹ്യക്ഷേമ മന്ത്രി കെ ജഗദീശ്വരി അറിയിച്ചത് പ്രകാരം പദ്ധതിയിൽ യാതൊരുവിധ ക്രമക്കേടുകളും നടക്കാതിരിക്കാൻ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കംറാജിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഉച്ചഭക്ഷണ പദ്ധതി മുതൽ ഇന്നത്തെ പ്രഭാത ഭക്ഷണ പദ്ധതി വരെ തമിഴ്നാട് സർക്കാർ ആരോഗ്യകരമായ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. മറ്റു സംസ്ഥാനങ്ങൾ പോലും ഈ മോഡൽ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നത് തമിഴ്നാടിന്റെ വിജയമാണ്. ഈ മാറ്റം വിദ്യാർത്ഥികളുടെ പഠനത്തിലും ആരോഗ്യത്തിലും വലിയൊരു പുരോഗതി കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.